ദൈവത്തിന് മഹത്വം. ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ, ദൈവവചനത്തിനോടുള്ള വലിയ ദാഹം കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ പകരുന്നതിനോർത്തൊക്കെ നമുക്ക് നന്ദി പറയാം. ഒരു പ്രാവശ്യം പറയുന്ന പോലെ കർത്താവിന്റെ വലിയ വാഗ്ദത്തമാണ്, ഭക്ഷണത്തിനുള്ള വിശപ്പ്, വെള്ളത്തിനുള്ള ദാഹവുമല്ല, എൻ്റെ വചനത്തിനോടുള്ള വലിയ ദാഹത്തെ ഞാൻ അയക്കും. കാരണം വചനമാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനമാണ് നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളൊക്കെ നീക്കിക്കളഞ്ഞ് നമ്മളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കിയെടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകും. വചനം പറയുന്നുണ്ട്, അനേകം കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. അപ്പോൾ ഈ കഷ്ടത എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലിരിപ്പോണ്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വരുന്ന ഒരു കഷ്ടതയെക്കുറിച്ചൊന്നുമല്ല ദൈവവചനം അനേകം കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് എന്ന് പറയുന്നത്. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞല്ലോ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. അപ്പോൾ ഒരു വ്യക്തി യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി നയിക്കപ്പെടുവാനായിട്ട് അവൻ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി ആ വ്യക്തിയെ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴി നടത്തുന്ന കാലയളവിൽ മനസ്സ് പുതുക്കുന്ന ഒരു അനുഭവം വ്യക്തി ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നു. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുവരെ പോയതുപോലെ, നടന്നതുപോലെ, കണ്ടതുപോലെ, പറഞ്ഞതുപോലെ, ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ഇരിക്കുന്നൊരു അനുഭവം ഉണ്ടാകും. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി വചനത്തിന്റെ അനുസരണത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതൊരു ചെറിയൊരു കാലയളവാണ്. ആ കാലയളവിനെയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. എന്നാൽ ദൈവജനം പറയുന്നു, ആ കഷ്ടത നമ്മളെ സഹിഷ്ണുതയുള്ള ഒരു ഹൃദയത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി തീർക്കും. അതുകൊണ്ട് വചനം പറഞ്ഞ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, കാരണം ഈ കഷ്ടത സഹിഷ്ണുതയിലേക്ക് നമ്മളെ നടത്തുമ്പോൾ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ആദാമ്യ സ്വഭാവങ്ങളും, മുറുകെ പറ്റുന്ന പാപങ്ങളും, എല്ലാ ജഡീക നിരൂപണങ്ങളും, ചിന്തകളൊക്കെ നമ്മളിൽ നിന്നും നീങ്ങിപ്പോകുവാനും നമ്മൾ ഒരു തെളിഞ്ഞ മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറുകയാണ്. തെളിഞ്ഞ മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കുക. നല്ല തെളിഞ്ഞ വെളിച്ചത്തിൽ നടക്കുന്ന, വിശുദ്ധിയിൽ നടക്കുന്ന, സ്നേഹത്തിൽ നടക്കുന്ന, സത്യത്തിൽ നടക്കുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും തീരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് സിദ്ധത എന്ന് പറയുന്നത്. തെളിഞ്ഞ ഒരു ദിവ്യ സ്വഭാവത്തിന്റെ ഉടമയായി തീരുന്നു. എന്നിട്ട് പറയാണ്, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ കഷ്ടങ്ങളിൽ സന്തോഷിക്കുകയാണ്. അപ്പം എന്താണ് കഷ്ടത എന്ന് മനസ്സിലായല്ലോ. വചനത്തിന്റെ അനുസരണത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കാലയളവിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തെയാണ് കഷ്ടത എന്ന് പറയുന്നത്. എന്നാൽ അതൊരിക്കലും നമ്മളെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നുമല്ല, മറിച്ച് നമ്മളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ തിരിച്ചറിവാണ് നമ്മളെ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നത്. സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കും. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന തേജസ്കരണം എന്ന് പറഞ്ഞാൽ, ഈ മനസ്സ് പുതുക്കി നമ്മൾ ഈ രൂപാന്തരപ്പെടുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ദ്രവത്വമുള്ള, താഴ്ചയുള്ള ശരീരം തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായി രൂപാന്തരപ്പെടുന്ന, അല്ലെങ്കിൽ രൂപാന്തരപ്പെടത്തക്ക രീതിയിലുള്ള ഒരു ഗോഡ്ലി നേച്ചറിന്റെ, അല്ലെങ്കിൽ യേശുവിന്റെ അതേ സ്വഭാവത്തിന്റെ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരും. ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടാളിയാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെയാണ് ആ ഓരോ സാഹചര്യങ്ങളും നമ്മളെ ഒരുക്കിയെടുക്കുന്നത് പ്രത്യാശയിലേക്ക്, അഥവാ നമ്മളെ ശരീരം കർത്താവിന്റെ വരവിങ്കൽ കണ്ണിമയ്ക്കുന്നതിൽ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടണം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രകാശിക്കണം. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞാനും രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് പരിശുദ്ധനായ, വിശുദ്ധനായ, തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിൽ അവനോട് കൂടെ നിൽപ്പാനും അവനോട് കൂടെ വാസം ചെയ്യുന്ന ഒരു അനുഭവത്തിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോൾ പ്രകാശിക്കുന്നുവോ ആ നിമിഷം തൊട്ട് ആ വ്യക്തിയുടെ ജീവിതം യേശു ജീവിച്ചതുപോലുള്ള ഒരു ജീവിതത്തിലേക്ക് വരും, വചനത്തിന് അനുസരണത്തിലേക്ക് വരും. അങ്ങനെയുള്ള കൂട്ടരെ ആരും തല്ലിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് കർത്താവിനെ പിൻപറ്റുന്ന ആടുകളായിത്തീരും. അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തും. അപ്പോൾ ഇങ്ങനെ നയിക്കപ്പെടുന്ന വ്യക്തികൾ ഒരു ചെറിയ ശേഷിപ്പാണെന്ന വചനം പറയുന്നത്. ആ ചെറിയ ശേഷിപ്പിലേക്കാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിൽ തന്നെ ആയിരിക്കുക. വചനം പറയുന്നുണ്ടല്ലോ,
ദൈവരാജ്യം എന്ന് പറയുന്നത് ബലാത്കാരേണയാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് ബലാത്കാരേണ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവേ എനിക്ക് അതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് വചനം പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതാണ് ഈ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത്. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ ലക്ഷ്യം? എനിക്ക് കർത്താവിന്റെ വരങ്ങൾ എടുക്കപ്പെടണം. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് ലക്ഷ്യം? എനിക്ക് ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരണം. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? ആ ദൈവത്തിന്റെ എല്ലാം നിറവിലേക്ക് നിറഞ്ഞു വരണം. എന്നെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ ആ ഒരു തലത്തിലോട്ട് നടത്താനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ വചനം പറയുമ്പോൾ ഞാൻ എപ്പോഴും നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കൂ. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം ഇല്ലെങ്കിൽ പത്രോസ് പറയുന്നുണ്ടല്ലോ ലേഖനം, ഞാൻ ഇത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മളിൽ യഥാർത്ഥത്തിലുള്ള ഒരു വീണ്ടും ജനനം ഉണ്ടായെങ്കിലേ നമ്മളെ പരിശുദ്ധാത്മാവിന് നമ്മൾ നയിക്കാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ ഒരു തോന്നലായിട്ടോ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സമർപ്പിക്കണം കർത്താവിന്. പത്രോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വചനം കേൾക്കുമ്പോഴൊക്കെ സമർപ്പിക്കണം. കർത്താവ്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് എന്നെ നടത്തണം കർത്താവെ. എൻ്റെ അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, പാപങ്ങൾ മറഞ്ഞു കിടക്കുന്നത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. സ്വമേധ പാപങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. എന്താ സ്വമേധ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ? പാപമാണെന്ന് എനിക്ക് അറിയാത്തതും എന്നാൽ എന്നെ ഭരിക്കുന്നതുമായിട്ടുള്ള പല എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല ആസക്തികളെ, ഇരുട്ടിന്റെ പ്രമാണങ്ങളെയാണ് സ്വമേധ പാപങ്ങൾ എന്ന് പറയുന്നത്. വചനം പറയുന്നുണ്ട് സ്വമേധ പാപങ്ങളെ അകറ്റി. അപ്പോ നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴൊക്കെ നമ്മൾ സമർപ്പിക്കണം. ഓരോ വചനം വായിക്കുമ്പോഴും പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടുമല്ലോ. അങ്ങനെ വചനം ഇടപെടുമ്പോൾ കർത്താവേ, ഈ വചനത്തിനൊത്തവണ്ണം എന്നെ ഒരുക്കണമേ കർത്താവേ. അതിന് വിരുദ്ധമായി എന്താണ് എൻ്റെ ഉള്ളിലുള്ളത് അതിനെ നീക്കിക്കളയണം കർത്താവേ. അങ്ങനെ സഹായിക്കണം. ഇതിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ. അങ്ങനെ ഓരോ ദിവസവും അതിനാണ് ഈ ശ്രദ്ധിച്ച് യേശുവിനെ നോക്കി സ്ഥിരതയോടെ ഓട്ടം ഓടുക എന്നൊക്കെ പറഞ്ഞതിനർത്ഥം നമ്മൾ ഓടുന്നല്ലോ. ആണോ? നമ്മളൊരു ഓട്ടക്കളത്തിലല്ലോ അല്ല. എന്തേ പറഞ്ഞതിനർത്ഥം? അത്രയും ശ്രദ്ധയോടുകൂടെ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹത്തെയാണ് ഈ പറയുന്നത്. സ്ഥിരതയോടെ ഏൽപ്പിച്ചു കൊടുത്ത്, സമർപ്പിച്ച്, മാനസാന്തരപ്പെട്ട്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കെട്ടുകളുണ്ടെങ്കിൽ അത് അഴിച്ച്, മനസ്സിലായോ, കൊടുത്തു തീർത്ത്, എല്ലാവരോടും സമാധാനം ആചരിച്ച്, അല്ലേ, സ്നേഹമൊഴുകി, ആരോടൊന്നും കടപ്പെടാതിരുന്ന്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമപ്പെടുത്തി നമ്മൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഓട്ടം സ്ഥിരതയോടെ ഓടുന്ന ആ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് നമ്മൾ മാറുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നിങ്ങൾ ഹൃദയങ്ങളെ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കാനൊക്കെ പറഞ്ഞത്. കാരണം വചനത്തിലൊക്കെ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. ഞാൻ യേശുവിനെ അന്ന് സ്വീകരിച്ചതല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. കർത്താവെ ഓരോ സമയങ്ങളിലും നമ്മൾ സമർപ്പിക്കണം. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം നടക്കുന്ന കാര്യമല്ല. അത് തുർമാനമായി നടക്കേണ്ട കാര്യം മാനസാന്തരം എന്ന് പറയുന്നത്. ഓരോ വചനം കേൾവിയിലും ആ വചനത്തിന് ഒത്തവണ്ണം ഞാൻ എൻ്റെ മനസ്സിനെ പുതുക്കണം, ഞാൻ സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വചനത്തിന് എന്നിൽ വസിച്ചും കൊണ്ട് ആ വചനത്തിന്റെ ജീവനിൽ കൂടി നമ്മളെ നടത്തി ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കാനായിട്ട് പറ്റും. അങ്ങനെ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തികളും ആള് മാറിയവരെ പോലെ മാറും. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മളെ ആള് മാറിയവനെ പോലെ നമ്മൾ മാറും. നമ്മളുടെ വ്യക്തിത്വം വലിയ രീതിയിൽ മാറ്റപ്പെടും. കാരണം ആ ആദാമ പാപ സ്വഭാവങ്ങളൊക്കെ മാറിപ്പോയിട്ട് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ മാറ്റം വരും, നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരും. അങ്ങനെ ചിന്തകളാണ് വാക്കുകളായിട്ട് പലപ്പോഴും പുറത്തോട്ട് വരുന്നത്. ചിന്തകളിൽ സത്യമായതും നീതിയായതും ഘനമായതും സൽകീർത്തിയായതും പുകഴ്ചയായതും മാനമായതൊക്കെ ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ചിന്തകളെ മാറ്റും. മറ്റേത് എപ്പോഴും ഈ അസൂയും കയ്പും അല്ലെങ്കിൽ മറ്റു ലോകത്തിന്റെ മോഹങ്ങളും ക്ഷണികമായിട്ടുള്ള നൈമിഷിക മോഹങ്ങളിലേക്ക് മാത്രം പോകുന്ന ചിന്തകളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ ചിന്താമണ്ഡലങ്ങൾക്കൊക്കെ മാറ്റം വരികയാണ്. കാരണം എന്താ? നമ്മൾ ദൈവവചനത്തിനൊത്തവണ്ണം നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യാണ്? വിശുദ്ധീകരിക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അതിന് വിരുദ്ധമായിട്ടുള്ളൊരു ചിന്ത വരികയാണ്, അതിനെ ഏറ്റുപറയുകയാണ്, അതിനെ ശാസിക്കുകയാണ്, അതിനെ നീക്കം ചെയ്യുകയാണ്. കർത്താവേ, അങ്ങ് കാണുന്ന പോലെ കാര്യങ്ങളെ കാണുന്ന ഒരു മനസ്സിന്റെ ഉടമയാക്കി, ചിന്തകളുടെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ അഴുക്കുകളും നീങ്ങിപ്പോകാൻ തുടങ്ങും. നമ്മൾ ആള് മറിവിനെ പോലെ മാറും എന്നുള്ള കാര്യം നമ്മൾ അറിയണം.
ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് നല്ല പ്രവൃത്തി ആരംഭിച്ചോ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ളൊരു വാഗ്ദത്ത വചനമാണ്. അത് കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു വാഗ്ദത്തമാണ്. എന്ത്? നമ്മളിലൊരു നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമാണ് കർത്താവിനോട് ചേർന്ന് നടക്കണം. ആ ചേർന്ന് നടക്കുന്ന നമ്മളെ ദൈവത്തിന്റെ ആ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുവാനും കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന ആ മണവാട്ടി സഭയിൽ നമ്മളും ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 23-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പൊ ഈ കാര്യം നമ്മൾ കേട്ടത് കുറച്ചുകൂടി അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളിപ്പോഴും കേൾക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ഒരു പേരാണ് സമാധാനത്തിന്റെ ദൈവം. ദൈവത്തിന് പല പേരുകളുണ്ട് അല്ലെ? സമാധാനത്തിന്റെ ദൈവം, നമുക്ക് സന്തോഷം നൽകുന്നവൻ, സ്വസ്ഥത നൽകുന്നവൻ അല്ലെ? ഞാൻ ദീർഘക്ഷമയും മഹാദയും കരുണയുമുള്ളവൻ, അങ്ങനെ നീതിയുള്ള ന്യായാധിപതി. അതുപോലെ ദൈവത്തിന് ഒത്തിരി പേരുകളുണ്ട് അല്ലെ? ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്തൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരെ കണ്ടിട്ടില്ലാത്തവൻ, കാണുവാൻ കഴിയാത്തവൻ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നവൻ, ആമേൻ എന്ന് പേരുള്ളവൻ അല്ലെ? അപ്പൊ അങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. അപ്പൊ ഇവിടെ ഒരു പേര് പറയാണ് സമാധാനത്തിന്റെ ദൈവം. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമാധാനമില്ലാത്തൊരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഏറ്റവും അധികം അസ്വസ്ഥമാകുന്ന നമ്മുടെ മനസ്സാണ്. ഏറ്റവും ആദ്യം പോകുന്നതും സമാധാനമാണ്. അപ്പോൾ കാരണം കർത്താവിനോട് ചേർന്ന് ഒരു വ്യക്തി നയിക്കപ്പെടണമെങ്കിൽ ആദ്യം ആ വ്യക്തിക്ക് സമാധാനം വേണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളൊരു ഭവനത്തിലോട്ട് കടന്നില്ലാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം. കാരണം ആ ഭവനത്തിലോട്ട് കടന്നു ചെന്നിട്ട് സമാധാനമില്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ എന്ത് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും? അപ്പോൾ അവിടെ സമാധാനം നമ്മൾ ആശംസിക്കുമ്പോൾ ആ ഭവനത്തിലുള്ള എല്ലാ അസ്വാരസ്യങ്ങൾ, അസമാധാനങ്ങൾ, ഭയങ്ങൾ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, രോഗഭയങ്ങൾ, മരണഭീതികൾ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രശ്നങ്ങളാലാണ് നിറയപ്പെട്ടിരിക്കുന്ന ഓരോ ദിവസവും. സമാധാനമില്ല. ഈ ചിന്തകളൊക്കെ ഉള്ളിലോട്ട് വരുമ്പോൾ വചനം പറയുന്നത്, കർത്താവ് പറയുന്നത്, നിങ്ങളോട് ചിന്തിച്ച് ചഞ്ചലപ്പെടരുതെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ അവൻ പോലും അറിയാതെ അത് അവന്റെ ചിന്തകളെ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ സമാധാനം ഉണ്ടാവത്തില്ല, അസമാധാനമായിരിക്കും, ഭാരവും ഭയവും നിരാശയും ദുഃഖവും ഒക്കെ നിറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഭവനത്തിലോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളൊരു ഭവനത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ സമാധാനം ആശംസിക്കണം. ഒരു സമാധാന പുത്രി അവിടെ വസിക്കുന്നുവെങ്കിൽ എൻ്റെ സമാധാനം അവരിൽ വാഴും. കണ്ടോ, ഇവിടെ പറയേണ്ട സമാധാനത്തിന്റെ ദൈവം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? സമാധാനം അവരിൽ വാഴും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത്. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, അവന് അസാധ്യമായ ഒരു കാര്യവുമില്ല, അവനില്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ്. മനസ്സിലായോ? കർത്താവ് വഴിയില്ലാത്തടത്ത് വഴി തുറക്കും, ഹൃദയങ്ങളെ അനുകൂലമാക്കും. അവൻ രോഗങ്ങളിൽ നല്ല വൈദ്യനാണ്, അവൻ സൗഖ്യദായകനാണ്. ഡോക്ടർമാർ പറയുന്നതല്ല കേൾക്കേണ്ടത്. കർത്താവിന്റെ വചനം എന്ത് പറയും? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വചനം വിശ്വസിക്കണം. അപ്പൊ നമ്മൾ പറയും, ഞാനത് വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ആ വചനം വിശ്വസിക്കും, പക്ഷെ എനിക്ക് സൗഖ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൗഖ്യം വരാതിരിക്കുവാനായിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എൻ്റെ അകത്ത് ഈ ദൈവവചനത്തിന് എന്നിൽ വസിക്കുവാൻ, വസിച്ച് എന്നിൽ സൗഖ്യം തരുവാൻ, വസിച്ച് അവന്റെ ജീവൻ എന്നിൽ തരുവാൻ അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ ഉണ്ടോ നോക്കണം. മനസ്സിലായോ? വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. അപ്പോൾ വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ നോക്കണം. അത് ഉണ്ടോ നോക്കാനായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്, ഇപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ കർത്താവെ, എനിക്ക് ഓർമ്മപ്പെടുത്തണമേ എന്ന് പറയും. ഈ ഓർമ്മപ്പെടുത്തണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തണമെങ്കിൽ ഉള്ളിൽ വചനം വേണം. നമ്മുടെ ഉള്ളിൽ വചനവുമില്ല, നമ്മുടെ അകത്ത് ഈ ഭാരങ്ങൾ മുഴുവൻ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവല്ല നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരിക, നമ്മുടെ മനസ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളെ അളന്നാൽ ഒരു കുറവുള്ളതായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഏതെങ്കിലും മേഖലയിൽ എനിക്ക് ക്രമപ്പെടുവാനുണ്ടോ എന്നറിയണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം? നമ്മൾ വചനം വായിക്കണം.
വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. ഇല്ലെങ്കിൽ വചനപ്രകാരം നമ്മളെ കുറവുകളെ പറഞ്ഞു തരുന്ന ഒരു ദൈവദാസനെ നമ്മൾ എന്ത് ചെയ്യണം? സമീപിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുവൻ രോഗിയായിരിക്കുന്നുവെങ്കിൽ ഒരു ദാസനെ, അല്ലെ, നിങ്ങളെ ശുശ്രൂഷകനെ വിളിക്കട്ടെ, അല്ലെങ്കിൽ ദൈവദാസനെ വിളിക്കട്ടെ. അവൻ വന്നിട്ട് എന്ത് ചെയ്യും? അവൻ പ്രാർത്ഥിക്കും. നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. തമ്മിൽ പാപങ്ങളെ പറഞ്ഞിട്ട് താല്പര്യം എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പാപങ്ങളെ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് വചനത്തിൽ കൂടി ആ വ്യക്തിയെ ധരിപ്പിക്കണമെന്നാ പറഞ്ഞത്. മനസ്സിലായി? അങ്ങനെ ആ വ്യക്തിയെ ധരിപ്പിക്കുമ്പോൾ, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ തിരുത്തപ്പെടാനുള്ളൊരു ഹൃദയം ഉണ്ടാകണം, ഒരു താഴ്മയുള്ളൊരു മനസ്സുണ്ടാകണം. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാനും തന്റെ കുറവുകളെ ഏറ്റുപറയുവാനുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അവിടെ പറയാണ്, അവൻ ആ പാപങ്ങളെ ക്ഷമിക്കും, അവൻ സൗഖ്യം നൽകും. പറയുന്നില്ലേ യാക്കോബിന്റെ ലേഖനത്തില് ഞാനിപ്പോ ഒരു വീട്ടിൽ കടന്നു ചെല്ലുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ സമാധാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്ന നോക്കിയാൽ യാക്കോബിന്റെ ലേഖനത്തിൽ ആ കാര്യം ഉണ്ടോ നോക്കിയേ. നിങ്ങളിൽ 5:15 അതിന് 14 വായിക്കേ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കേട്ടോ, ഇവിടെ നോക്കിയാ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ പല രോഗങ്ങൾ എന്ന് പറയുന്നത് പലതും ഈ പിശാചിന് ഇടം കൊടുത്തിട്ട് വരുന്ന പല രോഗങ്ങളുണ്ട്. അതിനോടൊന്നും പിശാചെന്നൊന്നും പറഞ്ഞാലൊന്നും അത് പോകത്തില്ല. കാരണം അതിന് ഇടം കൊടുത്തിട്ടുള്ളതാണ്. വചനം പറയുന്നുണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ അത് കയറി ദണ്ണിപ്പിക്കുന്ന ബാധ. അപ്പോ ഇവിടെ നോക്കിയാൽ വളരെ വ്യക്തമാണ്. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തൽ. ഈ സഭയിലെ മൂപ്പന്മാരെ വരുത്താൻ പറയുമ്പോ യാക്കോബ് അത് എഴുതുമ്പോ ആത്മാവിലാണ് എഴുതുന്നത്. ഇന്ന് സഭയിലെ മൂപ്പന്മാര് പലരും വന്നു കഴിഞ്ഞിട്ട് പറയുന്നത് വേറെ പല കഥകളാണ്. അങ്ങനെ കഥകൾ പറയുന്ന ഒരു മൂപ്പനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു മൂപ്പൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വചനം പറയുന്ന ഒരു വ്യക്തി, ഒരു ദൈവദാസനെ ഒരു വ്യക്തി ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വചനത്തിൽ കൂടി ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. കേട്ടോ, എവിടെയാണ് കുറവുകൾ എന്ന് മനസ്സിലാക്കി തരുമ്പോൾ അത് ഒന്നാമത് ഏറ്റെടുക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടാകണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിവർത്തിക്കാനായിട്ട് തുടങ്ങും. കുറവുകളെ കാണിച്ചു തരും, തന്റെ ലംഘനങ്ങളെ വെളിപ്പെടുത്തി തരും. തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭമരത്തിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. അപ്പോ എന്ത് ചെയ്യും? കർത്താവിന്റെ എന്നിട്ട് പറയാ, സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോ എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടേണ്ട ഒരു വിഷയമാണെങ്കിൽ എന്ത് ചെയ്യും? എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടും. അത് അവിടെ ഒരു ദൈവത്തിന്റെ ഒരു കരം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ എല്ലാവർക്കും എണ്ണ കൊടുത്തിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോ അവിടെ അങ്ങനെ ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ സൗഖ്യം അപ്പം ഉണ്ടാവും. അത് ദൈവം ചെയ്യുന്നതാണ്. ഇനി ശ്രദ്ധിക്കണം, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പൊ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, അപ്പൊ ഈ വിശ്വാസത്തോടു കൂടെ നമ്മള് എന്ത് ചെയ്യണം? ഈ വിശ്വാസം എന്നിൽ വ്യാപരിക്കുവാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയണം, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുന്ന കയ്പും പകയും വെറുപ്പും ഒക്കെ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പിശാചിന് കിട്ടുന്ന പല സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വചനത്തിൽ കൂടി മനസ്സിലാക്കി കാര്യങ്ങളെ ക്ലിയർ ചെയ്യുമ്പോൾ അവിടെ ദൈവിക ജീവൻ വ്യാപരിക്കും, സൗഖ്യം വരും, അവിടെ ദണ്ണിപ്പിക്കുന്ന ശക്തി ഇറങ്ങിപ്പോകും. അതൊക്കെ ദൈവവചനം വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുന്ന കാര്യമാണ്. തുടർന്ന് പറയണ ശ്രദ്ധിക്കണേ. എന്നിട്ട് പറയാ, വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കണ്ടോ, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പറയാ, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പൊ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? പല രോഗങ്ങൾ വരാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ട്. എന്നിട്ട് പറയാ, എന്നാൽ അപ്പൊ അവിടെ അതിനുള്ളൊരു റെമഡി പറയാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്
തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. എന്ത് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയാൻ പറഞ്ഞതിന് അർത്ഥം? തമ്മിൽ പാപങ്ങളെ പറയാൻ അർത്ഥം എന്ന് പറയുന്നത്, ദൈവവചനത്തെ പങ്കുവെക്കുമ്പോൾ, ദൈവവചനം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ കേൾപ്പിക്കുമ്പോൾ എന്താണ് കുറവുകൾ എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. കാരണം പരിശുദ്ധാത്മാവിന് അറിയാം അകത്തേക്ക് കയറി. കാരണം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അപ്പോൾ വചനത്തിന് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വചനം എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ അകത്തോട്ട് കയറി സംസാരിക്കും പരിശുദ്ധാത്മാവ്. അപ്പോ കണ്ടതൊക്കെ അങ്ങനെ വചനം കേൾക്കുമ്പോൾ എന്താണ് ഉള്ളിലുള്ള പ്രശ്നം, എവിടെയാണ് ക്രമപ്പെടാനുള്ളത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവസ്ഥ നോക്കിയിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവസ്ഥ മാറ്റുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവെ ഞാൻ എങ്ങനെയാണ്, എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വ്യവസ്ഥയും കൂടി ഒന്ന് നോക്കും. വ്യവസ്ഥ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? ഇസ്രായേൽ മക്കള് അടിമത്തത്തിലായിരുന്നപ്പോൾ നിലവിളിക്കുമ്പോൾ എന്താ സംഭവിക്കും? നിലവിളിക്കുമ്പോൾ കർത്താവ് ഇറങ്ങിയെന്ന് വിടിവിക്കുകയല്ല ചെയ്ത്, നിലവിളിക്കുമ്പോൾ ഒരു പ്രവാചകനായിരിക്കും. എന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ നിലമ്പാട് വീണ് കാര്യങ്ങളെ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് അവരെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താ? എവിടെയോ വ്യവസ്ഥ തെറ്റിക്കിടപ്പുണ്ടെങ്കിൽ, വചന ലംഘനം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് വചനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വചനത്തിന്റെ അനുസരണം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ അനുസരണം ഉണ്ടായാൽ അവിടെ അപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയാണ്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. കേട്ടോ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. അപ്പോൾ ആരോടെ പാപം ഏറ്റു പറയുന്നത്? ദൈവസന്നിധിയിലാണ് ഏറ്റു പറയുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ, അതൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ആ സംഭവങ്ങൾ ഏറ്റുപറയുമ്പോൾ. ഇല്ലേ, നമ്മളിപ്പോൾ നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിന്റെ ആ ഒരു തെറ്റിനെ പറയുമ്പോൾ അവിടെ ദാവീദ് നിലമ്പാട് വീണ് കരയുന്നുണ്ട്. ഇല്ലേ, കണ്ടില്ലേ നിങ്ങൾ? ഒരു വർഷമൊക്കെ പാപത്തെ ഒളിപ്പിച്ചു വെച്ചു. അത് തന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. നാഥാൻ പ്രവാചകൻ വന്ന് തന്റെ പാപത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവിടെ നിലമ്പാട് വീണ് കരഞ്ഞു. അവിടെ ദൈവം അവന് വിടുതൽ കൊടുത്തു. മനസ്സിലായോ? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു ദൈവം അവനെ അനുഗ്രഹിക്കുന്നത് കാണാം. അപ്പോ ഇവിടെ നോക്കൂ, പിശാചിന് ഇടം കൊടുക്കുന്നതാണ് ഈ പാപം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. എന്നിട്ട് പറയാം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കേട്ടോ, അപ്പോൾ ദൈവനീതിക്കൊത്തവണ്ണം നീതിമാന്റെ ആ പ്രാർത്ഥന ദൈവം കേട്ട് എന്ത് ചെയ്യും? ദൈവം വിടുതൽ നൽകും. അപ്പൊ ഞാനിത് പറഞ്ഞത്, സമാധാനത്തിന്റെ കർത്താവ് നമുക്ക് സമാധാനം തരും, സൗഖ്യം തരും, വിടുതൽ തരും, നമുക്ക് വേണ്ടി വഴികളെ തുറക്കും, വാതിലുകളെ തുറക്കും. നമ്മളുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമായി തീരും. പല ഭവനങ്ങളിലും ഐക്യതയില്ല, പല ഭവനങ്ങളിലും യഥാർത്ഥത്തിലുള്ള സന്തോഷമില്ല. ഈ നമ്മൾ പല ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ കുറെ ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടെന്നല്ലാതെ യഥാർത്ഥത്തിലേക്ക് ഇറങ്ങി വരുന്നു കഴിയുമ്പോൾ എന്തില്ല? സന്തോഷമില്ല. ഈ സോഷ്യൽ മീഡിയയിലുള്ള കളർഫുള്ള് മാത്രമേ ഉള്ളൂ. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഐക്യതയുണ്ട്. ദൈവം സോഷ്യൽ മീഡിയയിലെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് അല്ല നോക്കുന്നത്. ദൈവം നോക്കുന്ന ഹൃദയത്തെയാണ്, അന്തരേന്ദ്രിയങ്ങളാണ്, ഉൾപ്പൂവുകളെയാണ്, നമ്മളുടെ വ്യക്തി ജീവിതത്തെയാണ്, കുടുംബജീവിതത്തെയാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തെയാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയയും ഫോട്ടോയും ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മളെ സഹായിക്കത്തില്ല. അന്ന് നിന്റെ കാര്യവിചാരകത്തിന്റെ കണക്ക് ഏൽപ്പിക്കാനാ പറയാം. അപ്പോ അതിനുള്ള സമയങ്ങളാണ് എന്ത് ചെയ്യുന്നത് കർത്താവ് ഇപ്പോൾ നമുക്ക് ഒരുക്കി തന്നിരിക്കും. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നതിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വരാതെ എന്തെങ്കിലും പുറമേയുള്ള കുറെ പരിച്ഛേദന കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളൊരു ബോധ്യമെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകണം. ലോകത്തിന് അതില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നതും, ഞാൻ പറഞ്ഞല്ലോ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നതും, നല്ല ഭവനങ്ങളിൽ വസിക്കുന്നതും, നല്ല ഭക്ഷണം കഴിക്കുന്നതിനും ഒന്നും ദൈവത്തിന് ഒരു എതിർപ്പുമില്ല. പക്ഷേ അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലെന്നുള്ള കാര്യം മറന്നു പോകരുത്. നശിച്ചു പോകുന്ന സംഭവങ്ങൾക്കല്ല, നിലനിൽക്കുന്നതിനെ കൂടി നമ്മൾ മനസ്സിലാക്കി പിൻപറ്റണം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ആ ഒരു തലത്തിലേക്ക് കയറി വരേണ്ടത്. അപ്പൊ ഇവിടെ പറയാണ്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, കേട്ടോ, രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന പാപം
അത് പല രോഗങ്ങൾക്കും കാരണമാകാമെന്ന് വ്യക്തമായിട്ട് ഇവിടെ വചനം ഓർമ്മപ്പെടുത്തിയാണ് കേട്ടോ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. അപ്പോ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെന്ന് സമാധാനം ആശംസിപ്പിൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത് അസമാധാനങ്ങൾ മാറും. ദൈവത്തിന്റെ ആ വചനം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ അവിടെ സൗഖ്യമുണ്ടാകും, അവിടെ സമാധാനമുണ്ടാകും, അവിടുത്തെ ഹൃദയ കാഠിന്യങ്ങൾ മാറിപ്പോകും, നീരസങ്ങൾ മാറും, കയ്പും പകയും വെറുപ്പൊക്കെ മാറും. സൗഖ്യം വരുമ്പോൾ സന്തോഷം വരത്തില്ലേ അല്ലെ? നിങ്ങൾ നോക്കി ഒരു ഭവനത്തിൽ സൗഖ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ അവിടുത്തെ അന്തരീക്ഷമൊക്കെ വളരെ മോശമായി തീരും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് സൗഖ്യം നൽകും അല്ലെ? ദൈവവചനത്തിൽ എത്രയോ സ്ഥലങ്ങളില്ല സൗഖ്യത്തെ കുറിച്ച് പറയുന്നത്. ഇന്ന് കുറച്ച് വാക്യങ്ങൾ നമുക്ക് സൗഖ്യത്തെ കുറിച്ച് വേണമെങ്കിൽ, കർത്താവ് നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് വേണമെങ്കിൽ, അങ്ങനെ ഒന്ന് വചനം അങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നയിക്കുകയാണ്. നമുക്ക് കർത്താവിന്റെ സൗഖ്യത്തെ കുറിച്ച് കർത്താവ് പറയുന്ന കുറെ വചനങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇന്ന് നമുക്കൊരു പുറപ്പാട് പുസ്തകത്തിൽ വേണമെങ്കിൽ നോക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകം 15:26. ശ്രദ്ധിക്കണേ, ഒരു മിനിറ്റ് സ്ലോവിൽ വായിക്കണേ, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഇത് ഞാൻ ഈ ഒരു കാര്യം പറയാനൊന്നുമല്ല വന്നത്, പക്ഷെ കർത്താവിന് എന്തോ ഉദ്ദേശമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ഇത് കേൾക്കണം. ഓക്കെ, വായിച്ചോട്ടെ. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 15:26. വായിച്ചോട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദം ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. എന്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കിയേ, നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കർത്താവ് നമ്മളോട് പറയാണ്, നോക്കിയേ, ഇവിടെ പറയാ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് എന്ന് പറഞ്ഞ ദൈവവചനം നീ ശ്രദ്ധയോടെ കേട്ട്. അപ്പൊ വചനത്തിന് നല്ല ശ്രദ്ധ വയ്ക്കണം. എന്റെ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. കണ്ടോ, ശ്രദ്ധിച്ച് കേട്ട്. ഇനി കേട്ട് ഈ ചെവിക്കോടെ കേട്ട് ഈ ചെവിക്കോടെ കളയാനല്ല. എന്തിനാ കേൾപ്പിക്കുന്നത്? ദൈവം നമ്മൾ വചനം കേൾപ്പിക്കുന്ന നമ്മൾ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? അത് സംഗ്രഹിക്കണം, വചനം ഏറ്റെടുക്കണം, അതിന് ആമേൻ പറയണം. ഈ ആമേൻ പറയാന്ന് പറഞ്ഞാൽ, കർത്താവേ, ആ വചനം ഞാൻ ഏറ്റെടുക്കുന്നു, ആ വചനം ഞാൻ എന്നിൽ ജീവനായി തീരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ആ വചനം എന്നിൽ വസിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. അതാണ് ആമേൻ എന്ന് പറഞ്ഞാൽ. ആമേൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരാണ്. ആമേൻ എന്ന് പേരുള്ളവൻ. കണ്ടോ, അപ്പോൾ ഇവിടെ പറയാ, എന്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും. കണ്ടോ, ദൈവത്തിന് പ്രസാദമുള്ളത്. അപ്പോ എന്താണ് എന്റെ ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ളൊരു ഹൃദയം എന്ത് ചെയ്യണം? നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് പറയാ, അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച്. അപ്പൊ അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. എത്ര കൽപ്പനകൾ അനുസരിക്കണം? ഏതൊക്കെ കൽപ്പനകൾ അനുസരിക്കണം? എത്ര കൽപ്പനകളുണ്ട്? നമുക്ക് എത്ര കൽപ്പനകൾ അനുസരിക്കാൻ പറ്റും? ആരൊന്നും പറയുന്നില്ല. 10 കൽപ്പനകൾ അനുസരിക്കണം. ഇപ്പൊ 10 കൽപ്പനകൾ എന്താന്ന് ചോദിച്ചപ്പോ പറയത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ കാരണം ചോദിക്കുന്നില്ല. 10 കൽപ്പനകൾ നമുക്കറിയാവോ? ആ 10 കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാല് ശരിയാവോ? 10 കൽപ്പനകളൊന്നുമല്ല, അതിന്റെ ഉപകൽപ്പനകൾ അടക്കം 614 കൽപ്പനയുണ്ട്. പക്ഷെ കർത്താവ് ആ കൽപ്പനകളെ എന്താക്കിയെടുത്തു? കൽപ്പനകളെ പിന്നെ എന്ത് ചെയ്തു കർത്താവ്? കൽപ്പനകളെ 2 ചുരുക്കിയായിരുന്നു. രണ്ടാക്കി. എന്തായിരുന്നു ആ 2 കൽപ്പന? ഇവിടെ നോക്കിയ കൽപ്പനകൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങള് ഇനിയിപ്പോ ഏത് കൽപ്പനയാന്ന് അറിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. 2 കൽപ്പന. എന്തായിരുന്നു ആ കൽപ്പനകള്? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും മനസ്സോടും കൂടെ സ്നേഹിക്കണം. കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പൊ 2 കൽപ്പനയായി. പക്ഷെ കർത്താവ് ആ കൽപ്പനയും മാറ്റിയിട്ട് അത് പിന്നെ ഒന്നാക്കി. അപ്പൊ ഒറ്റ കൽപ്പനയേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 13:34, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ എത്ര കൽപ്പനയുണ്ട്? ഒറ്റ കൽപ്പനയേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കണ കാര്യമല്ലോ പറഞ്ഞത്. നമുക്ക് അങ്ങനെയാ, നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അല്ലേ? അങ്ങനെയുള്ള കാര്യമല്ല പറഞ്ഞത്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, കേട്ടോ, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളായി അവന്റെ സകല വിധികളും പ്രമാണിച്ചാൽ. വിധികൾ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും വിധികളൊക്കെ തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ എങ്ങനെ ചെയ്യണമെന്ന്. അത് വചനത്തിലുണ്ട്. ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് വിധികൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. കണ്ടോ, ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്. നിനക്ക് വരുത്തത്തില്ല, ഒരു വ്യാധിയും നിനക്ക് വരുത്തുകയില്ല. എന്നിട്ട് പറയാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം എന്നിട്ട് പറയാ, കണ്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വചനം ശ്രദ്ധയോടെ കേൾക്കണം. വചനം ശ്രദ്ധയോടെ കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം വെറുതെ വായിച്ചു പോവല്ല, വായിക്കുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആ സംഗ്രഹിക്കുന്നതിലാണ് ഞാൻ ആമേൻ, കർത്താവ് വചനം അല്ലെ, മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ആമേൻ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിലാവട്ടെ എന്ന് പറഞ്ഞില്ലേ? അതാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി കഠിനതയുള്ളതൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ആ വചനം പരിശുദ്ധാത്മ നമ്മൾ ഇടപെടുമ്പോൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് വചനത്തിന്റെ അനുസരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും. അത് നമ്മുടെ ലൈഫിൽ അനുഗ്രഹമായിട്ട് തീരും. ഇനി പുറപ്പാട് പുസ്തകം, അതേ പുസ്തകത്തിൽ തന്നെ 23:25 കൂടി വായിച്ചോട്ടെ. 23:25 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കിത് നോക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ലതായിരിക്കും, കേട്ടോ. നമ്മളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ വചനം വായിക്കാനൊക്കെ നമുക്ക് നല്ലതാ. വായിച്ചോട്ടെ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. മതി, ശ്രദ്ധിക്കണേ. നോക്കൂ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്ത് ഈ പറഞ്ഞതിനർത്ഥം എന്ന് പറഞ്ഞാൽ, അപ്പവും വെള്ളവും ഈ രണ്ട് സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷിക്കുന്നത്. നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരത്തെയും വെള്ളത്തെയും കുറിച്ച് പറയുന്നത്. ഇതിൽ കൂടിയാണ് ഏറിയ പങ്ക് രോഗങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പല യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുമ്പോൾ പലർക്കും ആദി കയറും, ഭയം കയറിയിട്ട് പലരും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ തന്നെ പലരും എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാത്തതുണ്ട്. എന്താ അതിന്റെ കാരണം? പല വീഡിയോകൾ കണ്ട് ഭയം കയറിയിട്ടാ. എന്നാൽ ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയാൽ അഥവാ സ്തോത്രത്താൽ എല്ലാ ആഹാര സാധനങ്ങളും എന്ത് ചെയ്യുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് കഴിക്കണം. മനസ്സിലായോ? എവിടുന്ന് ഭക്ഷണം കഴിക്കണം? കർത്താവേ, ഭക്ഷണത്തിനായി സ്തോത്രം എന്ന് നമ്മൾ സ്തോത്രം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിനായി വേർതിരിക്കപ്പെടുകയാണ്. അതിലുള്ള എല്ലാ അശുദ്ധികളും നീങ്ങിപ്പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു ഭയത്തിന്റെ ആവശ്യമില്ല. ഇത് കഴിച്ചാൽ എനിക്ക് ആ രോഗം വരുമോ, ഇത് കഴിച്ചാൽ ഈ രോഗം വരുമോ. ഇങ്ങനെ ഒരു രോഗം വരത്തില്ല. നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക. രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ മനസ്സിലായോ? അപ്പോൾ അതിഭക്ഷണം ഉണ്ടായിട്ട് രോഗം വരുന്നതുകൊണ്ട് നമ്മൾ അതിഭക്ഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം തിന്നുന്ന ഒരു സംഭവത്തിലേക്ക് പോയാൽ അത് പലവിധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരും. എന്നാൽ ദൈവവചനത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയം ഗ്രസിച്ചിട്ട് ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ വല്ല റൈറ്റിംഗ് ഒക്കെ വായിച്ച് ഭയം കയറി ഭക്ഷണം ഇല്ല, ഞാനത് കഴിക്കില്ല, ഇത് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും നോക്കിയാൽ ഇവിടെ പറയാ, കേട്ടോ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. കണ്ടോ, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം ഉറപ്പറയാണ്, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും നിന്റെ വെള്ളത്തെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരു രോഗവും വരാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ഭക്ഷണ സാധനമാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിയും എടുപ്പും വേണമെന്നൊന്നുമല്ല ഞാൻ പറയുന്ന അർത്ഥം. ഞാൻ പറയുന്ന അതേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള ഒരു ക്ലെൻലിനെസിന്റെ ഇതിലേക്കൊന്നും പോയി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ചും കൊണ്ട് സ്തോത്രത്തോട്, വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പ്രാർത്ഥനയാൽ സ്തോത്രത്തോടെ എന്ത് ചെയ്യണം? സ്തോത്രത്താലും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ എന്നൊരു വാക്യമുണ്ട്. അതാരെങ്കിലും ഇപ്പൊ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക. നമ്മൾ വായിൽ കൂടി കഴിക്കുന്ന എന്ത് സംഭവം സ്തോത്രത്തോടു കൂടെ വേണം ഭക്ഷിക്കാനായിട്ട്. വെറുതെ എന്തെങ്കിലും കാണുമ്പോൾ വാരി വിഴുങ്ങരുത്. എന്ത് വെള്ളമാണെങ്കിലും അത് എന്ത് ചെയ്യണം? സ്തോത്രത്തോടു കൂടെ.
ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്. അതിപ്പോ ഇവിടെ പറയാണ്, അവന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്നിട്ട് പറയാ, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. കണ്ടോ, നടുവിൽ നിന്ന് അകറ്റിക്കളയെന്ന് പറഞ്ഞാൽ ഒരു രോഗവും വരാതെ വണ്ണം ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനം. സങ്കീർത്തനം 103 2 3 വായിച്ചാട്ടെ. സങ്കീർത്തനം 103 2 3 അവിടെ പറയണേ, വായിച്ചാട്ടെ. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. കേട്ടോ, നോക്കിയേ, ഇവിടെ 1-2 വാക്കുകളെ ഉള്ളിലോട്ട് കയറണം, ശ്രദ്ധിക്കണം കേട്ടോ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോ ഉപകാരങ്ങൾ മറന്നു കളഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ, കരുതിയത്, നമ്മൾ ഇത്രത്തോളം നടത്തി പരിപാലിച്ചത്, നന്മകൾ തന്നത്, അനുഗ്രഹിച്ചത്, ഇവിടേക്ക് എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ? കേട്ടോ, എൻ മനമേ യഹോവയെ വാഴ്ത്ത്, അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവത്തെ മറന്നോ? എവിടെയെങ്കിലും കാര്യങ്ങളിൽ ദൈവവചനത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? ദൈവം നമ്മളെ നടത്തിയ ആ വിധങ്ങളൊക്കെ മറന്നുപോയിട്ട് ഒരു ഞാനെന്ന ഭാവം, ഉന്നത ഭാവം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഓർക്കണം കേട്ടോ. ഉപകാരങ്ങൾ മറക്കരുത് എന്ന് പറയുമ്പോൾ ഓർക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. എന്നിട്ട് പറയാ, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു. എന്നിട്ട് പറയാ, നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. അപ്പൊ ഇവിടെ എന്താ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായേ? നിന്റെ അകൃത്യത്തെ ഒക്കെയും മോചിപ്പിക്കുന്നു, സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് വായിച്ചിട്ട്? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അകൃത്യത്തെ മോചിപ്പിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. അത് പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, അകൃത്യങ്ങൾ രോഗങ്ങൾക്ക് കാരണമാകാം. മനസ്സിലായോ? ഓ, സാരമില്ലെന്നേ. കൃത്യതയില്ലായ്മ, ദൈവവചനത്തിൽ എല്ലാത്തിനും കൃത്യതയുണ്ട്, അത് മറന്നു പോകരുത്. നമ്മളുടെ ആ രൂപാന്തരപ്പെടാത്ത മനസ്സും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അതിനോട് കൂട്ടാനും കുറയ്ക്കാനും പോകരുത്. ഈ കൂട്ടുക കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിൾ എഴുതുന്നുള്ള അർത്ഥത്തിലല്ല. എന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ മതിയെന്നേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ പോലെ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് പോകരുത്. മറിച്ച് വചനം എന്തു പറയുന്നുവോ അത് കൃത്യതയോടുകൂടി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാകും. പിന്നെ അതിൽ നിന്നും മാറി ഞാൻ എന്റേതായ രീതിയിൽ എന്ത് ചെയ്യരുത്? അതിനെ വ്യാഖ്യാനിക്കാൻ പോകരുത്. അതാണ് ഈ അകൃത്യം എന്ന് പറയുന്നത്, കൃത്യതയില്ലായ്മ. കാരണം വചനം വ്യക്തമായിട്ട്, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ആരും ശക്തി പ്രാപിക്കത്തില്ല. ശക്തി പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷീണിതനാവും, ബലം ഉണ്ടാകത്തില്ലെന്ന്. ബലം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് രോഗം വരും, അതുകൊണ്ടല്ലേ ബലമില്ലാത്തത്. അപ്പോ അകൃത്യത്തിലല്ല ജീവിതം കഴിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയാം, നിന്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു. അപ്പോൾ അകൃത്യം മോചിപ്പിക്കണമെങ്കിൽ എന്താണ് എന്റെ അകൃത്യം എന്ന് മനസ്സിലാവണ്ടേ? മനസ്സിലാകണമെങ്കിൽ വചനത്തിൽ കൂടിയല്ലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വചനം കേൾക്കണ്ടേ? അല്ലെങ്കിൽ വചനത്തിൽ കൂടി എന്റെ അകൃത്യത്തെ അല്ലെങ്കിൽ എന്റെ കുറവുകളെ മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കണ്ടേ? അതല്ല എങ്ങനെ മനസ്സിലാവുന്നത്? അതല്ലെങ്കിൽ വചനത്തിൽ ഉറ്റിരിക്കണം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, അപ്പൊ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും. അപ്പോ അകൃത്യങ്ങൾ പല രോഗങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ടാണ് വചനത്തിന്റെ കേൾവി എന്ത് ചെയ്യണം? നമ്മളിലുള്ള അകൃത്യങ്ങളെയൊക്കെ മാറ്റി കൃത്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്തിനാ വാഴ്ത്തുന്നത്? എന്നെ സ്നേഹിച്ചതിനായി, എന്നെ കരുതിയതിനായി, നടത്തിയതിനായി, എന്നെ സൃഷ്ടിച്ചതിനായി, പരിപാലിച്ചതിനായി, എനിക്ക് നൽകിയ നന്മകൾക്കായി, കുടുംബത്തിനായി, ആരോഗ്യത്തിനായി, എല്ലാത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. മറന്നുപോയൊരവസ്ഥയുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പിശാചിന് ഇടം കിട്ടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ക്രമപ്പെട്ട് അത് കൃത്യമാകണം. അങ്ങനെ കൃത്യമാക്കുമ്പോൾ ദൈവത്തിന് അവിടെ അനുഗ്രഹിക്കാനായിട്ട് പറ്റും. അകൃത്യങ്ങൾ നീങ്ങിപ്പോകും. അത് സൗഖ്യത്തിലേക്ക് നയിക്കും, ബലത്തിലേക്ക് നയിക്കും, സന്തോഷത്തിലേക്ക് നയിക്കും, സമൃദ്ധിയിലേക്ക് നയിക്കും എന്നും ദൈവവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു വാക്യം നോക്കാം, 107:20, സങ്കീർത്തനം 107:20. വളരെ നല്ലൊരു വചനമാണത്. 107:20. അവൻ നോക്കിയേ, എന്താ ആ വചനം? അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. എന്ത് പറഞ്ഞതിനർത്ഥം? വചനം എന്ന് പറഞ്ഞാൽ അതതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഞാൻ അയക്കുന്ന എന്റെ വചനം അതതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാൽ, ആ വചനം എന്ന് പറയുന്നത് അത് ജീവനുള്ളതാണ്. അത് ചെന്നിട്ട്
അത് ആമേൻ പറയുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറി അതിന്റെ ജീവൻ ആ വ്യക്തിയിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ അയക്കുന്ന എൻ്റെ വചനം, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. കണ്ടോ, അപ്പോൾ വചനത്തെ അയച്ച്, അടുത്ത പാട്ടാണ് സൗഖ്യമാക്കി. വചനത്തെ അയച്ചു, വചനം നമ്മൾ ഏറ്റെടുക്കണം. ഒരു ദേവദാസൻ വചനം പറഞ്ഞ്, ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞു തരുന്നത്, ആ വചനം പറഞ്ഞു തരുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് എതിർത്ത് നിൽക്കുന്ന ഒരു മനസ്സാണെങ്കിൽ വചനത്തിന് നമ്മളിൽ വസിക്കാൻ പറ്റത്തില്ല, ക്രിയ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയണം വചനം അയച്ചു. അപ്പോൾ വചനം അയച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാനുള്ള അവസരം തന്നു, അത് ഞാൻ ഏറ്റെടുത്തു. ആ വചനം ഇനി വസിക്കാത്തക്ക രീതിയിൽ എൻ്റെ ഹൃദയത്തെ ക്രമീകരിച്ചു, തെറ്റുകൾ ഏറ്റുപറഞ്ഞു, അകൃത്യങ്ങളെ ഞാൻ ക്രമപ്പെടുത്തി, ഞാൻ എവിടേക്കാണ് ക്രമപ്പെടാനുള്ളതെന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്തു. അവിടെ എന്ത് ചെയ്തു? അവിടെ സൗഖ്യത്തെ അയച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ദണ്ഡിപ്പിക്കുന്ന ആ ശക്തി, ആ ഇരുട്ട് അത് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. കേട്ടോ, വചനത്തെ സ്വീകരിക്കുമ്പോൾ വെളിച്ചമാണ് വചനം, ആ വെളിച്ചം അകത്തോട്ട് വരികയാണ്. വെളിച്ചം അകത്തോട്ട് വരുമ്പോൾ ദണ്ഡിപ്പിക്കുന്ന ഇരുട്ടെന്ത് ചെയ്യും? നീങ്ങിപ്പോകും. കേട്ടോ, അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5. യെശയ്യാവ് 53:5 വേദത്തിൽ വായിച്ചാട്ടെ. അവിടെ പറയാണ്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇവിടെ നിങ്ങൾ വായിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിലോട് എന്തെങ്കിലും ഒരു കാര്യം കൂടുതലുണ്ട്. നോക്കി അവിടെ നോക്കിയാൽ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നു. നേരത്തെ അകൃത്യം പറഞ്ഞത്, ഇപ്പോൾ അതിക്രമങ്ങളും ഉണ്ട്. ഈ അതിക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ പല അതിക്രമങ്ങൾ ചെയ്യും. നമ്മൾ പറയത്തില്ലേ, ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്തൊരു അതിക്രമം അവർ ചെയ്യണം എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിടണോ. ഇങ്ങനെ അതിക്രമം ചെയ്യുന്ന വ്യക്തികൾ പിന്നീട് എന്ത് ചെയ്യും? ചിലപ്പോൾ കർത്താവിലേക്ക് വരും, അല്ലേ? പക്ഷെ ആ ചെയ്ത അതിക്രമത്തിന്റെ പല സംഭവങ്ങൾ എന്തുണ്ട്? ആ വ്യക്തിയുടെ മേലുണ്ട്. നമ്മൾ യേശുവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയല്ലേ, കണ്ടത് പഴയതൊക്കെ പോയില്ലേ കർത്താവ്? പഴയതൊക്കെ പോയി, നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചു. പക്ഷേ അതിന്റെ കോൺസിക്വൻസ് അവിടെ നിൽപ്പുണ്ട്. മനസ്സിലായോ? അതാണ് ഈ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ക്ലിയർ ചെയ്യണം. എവിടെയാണ് ഞാൻ അതിക്രമം പ്രവർത്തിച്ചത്? ഞാൻ ആരോടാണ് അതിക്രമം പ്രവർത്തിച്ചത്? എൻ്റെ അതിക്രമം കൊണ്ട് ആർക്കാണ് വേദന ഉണ്ടായത്? എൻ്റെ അതിക്രമം കൊണ്ട് ആർക്കാണ് നഷ്ടമുണ്ടായത്? എൻ്റെ അതിക്രമം കൊണ്ട് ആരാണ് ദൈവസന്നിധിയിൽ കർത്താവെ നിലവിളിച്ചത്? മനസ്സിലായോ? അതിക്രമങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും, വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തും. ഒന്നും മറന്നു പോകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ വന്ന് നിരപ്പ് പ്രാപിച്ച് ആ ദൈവസന്നിധിയിലേക്ക് കാര്യങ്ങളെ ദൈവം കാണുന്ന പോലെ കണ്ട് കയറി വരാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും മറക്കത്തില്ല. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും. അതിനെല്ലാം ക്ലിയർ ചെയ്യണം. നമ്മൾ വേദനിപ്പിച്ച ഹൃദയങ്ങൾ ഉണ്ടായിരിക്കാം, അതിക്രമം പലർക്കും നഷ്ടങ്ങൾ വരുത്തിയിരിക്കാം, അല്ലേ? ഇപ്പോൾ നമ്മൾ ചിലർ കണ്ടു, പണ്ടൊക്കെ പല ജയിലിലൊക്കെ വെച്ച് യേശുവിനെ അറിഞ്ഞു വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്ത പല സംഭവങ്ങളുണ്ട്, അതിക്രമങ്ങളും പല സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കർത്താവ് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. തീർച്ചയായും എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു, അതെല്ലാം കർത്താവ് മായ്ച്ചു കളഞ്ഞു. പക്ഷേ അവർ ചെയ്ത ആ പ്രവൃത്തിയുടെ പല കോൺസിക്വൻസുകളുണ്ട്. അതിനെ കൃത്യതയോടുകൂടെ ഗ്രഹിച്ച് മനസ്സിലാക്കി എവിടേക്കാണ് ആ പാളിച്ചകൾ വന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമ പറയേണ്ടത് ക്ഷമ പറയുവാനും കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കാനൊക്കെ ഉള്ള ഒരു ഹൃദയം കൂടി ഉണ്ടാകണം. അതല്ലാതെ കർത്താവെല്ലാം ക്ഷമിച്ചില്ലേ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പോകുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്നതല്ല യഥാർത്ഥത്തിലുള്ളൊരു വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ചെയ്യുന്നത്. മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ പറയാം അതിക്രമം കണ്ടോ, ഇവിടെ പറയാം അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. കേട്ടോ, അതിക്രമം പല വ്യക്തികൾക്കും മുറിവുണ്ടാക്കിയപ്പോൾ, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ അതിക്രമ നിമിത്തം പലർക്കും മാനസികമായിട്ടുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലേ? നിങ്ങൾ നോക്കിയാൽ പലപ്പോഴും പല വ്യക്തികൾ പറയുന്ന പല വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവ് വർഷങ്ങളോളം കൊണ്ടു കിടക്കത്തില്ല പലരും, ഇല്ലേ? ആ അതിക്രമം ഇവിടെ പറയണം, നോക്കൂ, ആ അതിക്രമം നിമിത്തം മുറിവേറ്റു. നമ്മുടെ അതിക്രമം കർത്താവ് ഏറ്റെടുത്തിട്ട് നമ്മുടെ അതിക്രമം നിമിത്തം വേറൊരു വ്യക്തിക്കുണ്ടായ മുറിവ് അതിപ്പോ കർത്താവ് എന്ത് ചെയ്യാണ്? അത് ഏറ്റെടുത്തിട്ട് ആ വേദനകളെല്ലാം ഏറ്റെടുക്കണോ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, അതുകൊണ്ടാണ് നമുക്ക് വിടുതൽ നൽകുന്നത്.
നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് ഓർത്ത് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയണം, അതിൽ ക്രമപ്പെടണം, അവിടെ ചെന്ന് നിരപ്പ് പ്രാപിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. കർത്താവിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനത്തിന്റെ തെളിവാണ് ഇതൊക്കെ. ഇനി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു കേട്ടോ, ഒരു അകൃത്യം തകർത്ത് കർത്താവ് നമ്മളുടെ അകൃത്യ നിമിത്തം പിതാവ് പുത്രനെ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നത്, തകർത്ത് കളഞ്ഞു നമുക്ക് വേണ്ടി കേട്ടോ. എന്നിട്ട് പറയാം, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. എന്നിട്ടാണ് നിങ്ങൾ ആത്മാവും പ്രാണനും ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. കർത്താവിന്റെ വരവെങ്കിൽ അനീതിയായി വെളിപ്പെടുമെന്ന് വിശുദ്ധിയിൽ കാക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ആ വിശുദ്ധിയിലേക്ക് വരണമെങ്കിലുള്ള സ്റ്റെപ്പുകളൊക്കെ ഇതിലുണ്ട്. നമ്മളൊരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സമാധാനം വരണമെങ്കിൽ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അപ്പോൾ ഇവിടെ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ദൈവമായിട്ട് നമ്മൾ അകന്നുപോയിരുന്നു. ആ അകന്നുപോയ നമ്മളെ ദൈവമായിട്ട് സമാധാനത്തിലാക്കി. അത് ആ ബന്ധത്തെ പുനഃസ്ഥാപിച്ചു. അത് എൻ്റെ ഹൃദയത്തിൽ ആ ബന്ധത്തിന്റെ പുനഃസ്ഥാപനം എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ അകത്ത് ദൈവത്തിന്റെ സമാധാനം എന്നിൽ നിറയ്ക്കണം യഥാർത്ഥത്തിൽ. എന്നാൽ നിറയപ്പെടുവാനായിട്ടുള്ള പല തടസ്സങ്ങളും നിൽക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഞാൻ ക്രമപ്പെടുത്തുമ്പോൾ ഈ ദൈവിക സമാധാനം ആ ഭവനത്തിൽ അഥവാ അവിടെയുള്ള വ്യക്തിയിൽ വാഴാനായിട്ട് ഇടയെത്തിയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ് കേട്ടോ, സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. എന്നിട്ട് പറയാ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പോൾ ആ കർത്താവ് എന്ത് ചെയ്തു? അവന്റെ അടിപ്പിണർ, അവൻ കർത്താവ് ഏറ്റ ഓരോ അടിയും നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തവും നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തമായിരുന്നു. ആ അടിയേറ്റത് നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ വചനമൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ആ സൗഖ്യത്തിലേക്ക് നമ്മൾ കയറി വരണം. ഇനി മലാക്കിയുടെ പുസ്തകം 4:2, മലാക്കി 4:2 അവിടെ പറയാണ്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. ഈ രോഗം ഒരു അസ്തമനം പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. നിരാശ, ദുഃഖം, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, എൻ്റെ ജീവിതം പോയി, ഇതിൽ നിന്ന് എനിക്ക് ജയിക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു അസ്തമനത്തിന്റെ ചിന്തകളിലേക്ക് സാത്താൻ കൊണ്ടുവരും. നിരാശ, ദുഃഖം, ആ വ്യക്തി ഇങ്ങനെ ഉൾവലിച്ചിലുകളിലേക്ക് പോകും. അത് പിശാച് കൊണ്ടിടുന്ന സാധനമാണ് ഉൾവലിച്ചിലുകൾ. സന്തോഷം പോകും, മുഖത്തൊക്കെ നിരാശ വരും. കർത്താവിന്റെ വചനം സന്തോഷിപ്പിന്, എല്ലായ്പ്പോഴും സന്തോഷിപ്പിന്. ഞാൻ പിന്നെയും പറയുന്നത് സന്തോഷിപ്പിക്കുന്ന. പക്ഷെ ഒരു രോഗത്തിന്റെ ഒരു ചിന്ത ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ രോഗത്തിന്റെ ഭയം ആ വ്യക്തിയുടെ സന്തോഷമൊക്കെ കെടുത്തിക്കളയും. പിന്നെ അഭിനയ ജീവിതത്തിലേക്ക് പോകും. ഇതൊക്കെ പിശാചിന്റെ വലിയ തന്ത്രങ്ങളാണ്. എന്നാൽ ഇവിടെ പറയാം, നോക്കൂ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്ത് ചെയ്യും? അവന്റെ നടപ്പിനെ ക്രമപ്പെടുത്തും. ഈ വചനം കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തും. അങ്ങനെ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയാ, അവന്റെ ജീവിതത്തിൽ നീതി സൂര്യൻ, കേട്ടോ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. മനസ്സിലായോ? ഇത് മലാക്കി പ്രവചനം പറഞ്ഞ 1000 ആണ്ട് വാഴ്ചയിൽ രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദുഃഖമില്ല, മരണമില്ല ഒക്കെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. പക്ഷെ ആ സംഭവം ഇപ്പോൾ നമുക്ക് അനുഭവിക്കാം ഈ ഭൂമിയിൽ. ഇന്ന് വചനനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യമുള്ള, ആരോഗ്യമുള്ള, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം ജീവിക്കാം. അതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഇന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ രോഗോപശാന്തിയോടെ ഉദിക്കും. ഉദിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിലുള്ള രോഗങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറും, നിരാശ മാറും, ദുഃഖം മാറും. ആ ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ സ്നേഹം എല്ലാം നമ്മളിൽ നിറയാം. അതിങ്ങനെ ഉദിക്കും. ഉദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അകത്തുള്ള ഇരുട്ട് മാറും, അവിടെ വെളിച്ചം വ്യാപരിക്കും. ആ വെളിച്ചം നിങ്ങളുടെ മുഖത്തിന് മുഖപ്രസാദം ഉണ്ടാക്കും. ആത്മാവിൽ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? യഹോവയിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാണ്. ആത്മാവിന് ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? യഹോവയിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാണ്. കേട്ടോ,
ഉള്ളിൽ ഞരങ്ങുമ്പോൾ വചനം നമ്മളുടെ ഞരക്കത്തെ മാറ്റി സൗഖ്യത്തെ, സമാധാനത്തെ, സന്തോഷത്തെ നമ്മുടെ അകത്ത് നയിക്കും. ഇത് മുഴുവൻ പഴയ ഉടമ്പടിയിൽ പറഞ്ഞതാ. നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി. ഒരു 3-4 വാക്യം കൂടി പെട്ടെന്ന് ഈ സൗഖ്യത്തിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയും, പിന്നെ യേശു ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും, നോക്കണേ അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. കേട്ടോ, അവൻ തൊട്ടവരും സൗഖ്യമായി. സകല ജനത്തിലുള്ള സകല ദീനത്തെയും സകല വ്യാധിയെ സൗഖ്യമാക്കി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, അയ്യോ യേശു അങ്ങനെ എന്താ അതങ്ങനെ ചെയ്ത് അവന് എല്ലാവരെയും സൗഖ്യമാക്കിയല്ലോ. അപ്പൊ ഇപ്പൊ ഈ ബ്രദർ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അന്ന് അവരവിടെ ചെയ്തില്ലല്ലോ, യേശു അവരെ സൗഖ്യമാക്കിയല്ലോ എന്നാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് യേശു കർത്താവ് സാക്ഷാൽ അവരുടെ രോഗത്തെ വഹിച്ചതാണത്. മനസ്സിലായോ? അവരുടെ രോഗത്തെ, അവരുടെ ശാപത്തെ, അവരുടെ മരണത്തെ എല്ലാം യേശു കർത്താവ് വഹിക്കുകയായിരുന്നു തന്റെ ഈ പരസ്യ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ. മനസ്സിലായോ? എന്നിട്ട് ആ സംഭവത്തെ, ആ വഹിച്ചെടുത്ത ആ പാപത്തെ, ശാപത്തെ, രോഗത്തെ, മരണത്തെ എല്ലാം ക്രൂശിൽ വഹിച്ചു. അതിനെ നമ്മളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയുക ചെയ്തത്. ഇന്ന് നമ്മള് ആ യേശു കർത്താവ് അതെല്ലാം ചെയ്ത് നിവർത്തിച്ച രക്ഷാകരമായ പദ്ധതിയിൽ വിശ്വസിച്ചും കൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ വന്ന വ്യക്തികളാണ് നമ്മള്. മനസ്സിലായോ? വചനം കേട്ട് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തി അതിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആ ഒരു അനുഭവത്തിൽ നടക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ് കർത്താവ് എന്ത് ചെയ്യാ, ഇവിടെ പറയാ, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, ചുറ്റി സഞ്ചരിച്ചു, സുവിശേഷം പ്രസംഗിച്ചത് ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇന്നും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ പറയുന്ന വചനം വിശ്വസിക്കുമ്പോൾ കർത്താവ് ഇന്നും സൗഖ്യം നൽകാൻ മതിയായവനാണ്. കർത്താവിന് നമ്മുടെ കുറവുകൾ അറിയാം, നമ്മുടെ ബലഹീനതകൾ അറിയാം. അപ്പോൾ ഞാനീ പറയുമ്പോൾ കർത്താവ് ഹൃദയ കാഠിന്യമുള്ളവനല്ല. നമ്മൾ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ, നമ്മൾ കർത്താവിനോട് നമ്മുടെ വിഷമങ്ങൾ ഏറ്റുപറയുമ്പോൾ കഴിയുന്നതിനും ഇത് പരീക്ഷിക്കാതെ അവിടെ ഇറങ്ങി വന്ന് നമുക്ക് സൗഖ്യം തരുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് സകല രോഗത്തെ, കണ്ടോ, വ്യാധിയെ സൗഖ്യമാക്കും. അടുത്തത് മത്തായിയുടെ സുവിശേഷം 8:16-17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം. കണ്ടോ, സകല ദീനക്കാർക്കും. അതാണ് യേശു കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവ് ഈ നാളുകളിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇന്ന് കാണിക്കുന്ന പോലുള്ള ഗിമിക്കുകളല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ഈ പറയുന്ന പോലെ സകല ദീനക്കാർക്കും സൗഖ്യം വരുന്ന, ബലഹീനതകളെ എടുത്തു മാറ്റി ഭൂതങ്ങളെ വിട്ടുപോകുന്ന ഒരു അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആ വെളിപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം പ്രവർത്തിക്കും. കർത്താവിന് അത് ഇന്നും ചെയ്യാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് ദൈവം പ്രവർത്തിക്കും, നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയാ, കേട്ടോ, അവൻ സൗഖ്യമാക്കി, ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. അതിന് പറയാം, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. യശയാവിൽ പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്ത് പറയാം. കണ്ടോ, വ്യാധികളെ ചുമന്നു എന്ന് യശയാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. അപ്പൊ യശയാവ് പറഞ്ഞത് ഇവിടെ നിവൃത്തിയാകുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ 1-2 വാക്യം കൂടി വായിക്കാൻ നിങ്ങൾ 2 മിനിറ്റ് കൂടി തരണം. ഇവിടെ പറയാം, സദൃശവാക്യങ്ങൾ 4:20-22 വരെ, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. എന്നിട്ട് പറയാ, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ആമേൻ പറയണം. എന്തൊക്കെ ഇവിടെ പറഞ്ഞിട്ട് നോക്കിയാ സദൃശ വാക്യത്തില്, കേട്ടോ, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. നേരത്തെ പറഞ്ഞു ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന്. ആവർത്തന പുസ്തകം, നമ്മൾ പുറപ്പാട് പുസ്തകം 16:26 പറഞ്ഞു എന്റെ വചനം ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന്. ഇവിടെ പറയാം, മകൻ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എന്നിട്ട് പറയാം, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും, കേട്ടോ, സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അപ്പൊ സൗഖ്യം എവിടെയാ? ദേഹത്തിന്. കേട്ടോ, ദേഹത്തിന് ആരോഗ്യം തരാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയെ കുറിച്ച്. പിന്നെ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, സഭാപ്രസംഗയുടെ പുസ്തകം 11:10. അവിടെ ഇങ്ങനെ പറയുന്നത്, ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി
നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. അപ്പൊ ഇത് രണ്ടും രോഗത്തിന് കാരണമാകും. എന്താണ്? ഒന്ന്, വ്യസനം. ഉള്ളിൽ വ്യസനം ഉണ്ടെങ്കിൽ, സങ്കടവും ഭാരവും ദുഃഖവും നിരാശയും ഭീതിയും അതൊക്കെ ഉണ്ടെങ്കിൽ അത് രോഗത്തിന് കാരണമാകും. അതുകൊണ്ടുള്ള ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടർ എന്തിനാ വിഷമിക്കുന്നത്, ടെൻഷൻ അടിക്കണ്ട കേട്ടോ പറയത്തില്ല അവര്. അതന്നെയാണ് വ്യസനം എന്ന് പറയുന്നത്. നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് വ്യസനപ്പെട്ടുകൊണ്ട് നമ്മുടെ ആയുസിന് ഒരു മുഴം കൂട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ദൈവകാര്യങ്ങളിലേക്ക് കൊടുക്കണം. എന്നിട്ട് പറയാ, ഹൃദയത്തിൽ നിന്നും വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. ദേഹത്തിൽ നിന്ന് തിന്മ കണ്ടോ? അപ്പോൾ ദേഹത്ത് പല തിന്മയുടെ ശക്തികളും കയറിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ദേഹത്ത് മാത്രമായിട്ട് ഇരിക്കത്തില്ല, ആ തിന്മയുടെ ശക്തി എവിടെയുണ്ട്? മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ നീക്കിക്കളയണം. മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അത് സൗഖ്യത്തിന് കാരണമായി തീരും. പത്രോസിന്റെ ലേഖനത്തില് നമ്മൾ നേരത്തെ വായിച്ച ഒരു വാക്യം കൂടി വായിക്കാം. പത്രോസിന്റെ ലേഖനം 1:24 പറയണം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇത് നമ്മുടെ ഉള്ളിലോട്ട് കയറണ ഈ വാക്യം 1 പത്രോസ് 2:24. എന്നിട്ട് പറയാ, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപവും ശാപവും രോഗവും മരണവും ഒക്കെ കർത്താവ് ഏറ്റെടുത്തതാണ്. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് നീ സൗഖ്യം തന്നിരിക്കുക. നന്ദി കർത്താവ് എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറും, സൗഖ്യം കർത്താവ് നമുക്ക് നൽകാനായിട്ട് ഇടയായിത്തീരും. ഒരു വാക്യം കൂടി വായിച്ച് നമ്മൾ നിർത്തുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:14. അവിടെ ഇങ്ങനെ പറയുന്നത്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. കേട്ടോ? അപ്പൊ നമുക്ക് സൗഖ്യവും കർത്താവ് സൗഖ്യം തരാൻ മതിയായതാണ്. നമുക്ക് സൗഖ്യമൊക്കെ നൽകുന്ന എന്തിനു വേണ്ടിയാ? നമ്മളെ സൗഖ്യം നൽകി, സമാധാനം നൽകി, സ്വസ്ഥത നൽകി നമ്മളെ ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കേട്ട വചനങ്ങളും നമ്മൾ എന്തിലേക്ക് നയിക്കും? നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും കർത്താവിന്റെ വരവിങ്കൽ അനിന്യമായി വെളിപ്പെടുമണ്ണെ കാക്കും. കർത്താവിന്റെ വരവിങ്കൽ കണ്ണിമിക്കുന്നിടെ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടാനായിട്ട് ഇടയായിത്തീരും. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിന് മുന്നമേ കർത്താവെ ഞങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്നുണ്ടെങ്കിൽ, തിന്മയുടെ ശക്തികളുണ്ടെങ്കിൽ, പാപത്തിന്റെ പ്രമാണങ്ങളുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, രോഗത്തിന്റെ ദണ്ഡനമുണ്ടെങ്കിൽ, കർത്താവെ അങ്ങ് അതെല്ലാം അറിയുന്നു. കർത്താവെ അങ്ങയുടെ കൃപ വെളിപ്പെട്ട് കർത്താവ് കുറവുകളെ വെളിപ്പെടുത്തി സൗഖ്യം നൽകി കർത്താവ് അങ്ങയുടെ വരവിന്റെ പ്രത്യാശ കൊണ്ട് എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾ കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും എല്ലാ രോഗത്തിന്റെ ബാധകളൊക്കെ വിട്ടുമാറിപ്പോട്ടെ. അങ്ങയുടെ അടിപ്പണയാലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. ഭീതികൾ, ദുഃഖങ്ങൾ, നിരാശകളൊക്കെ മാറട്ടെ. ഏതെങ്കിലും തരത്തിൽ കർത്താവെ അകൃത്യങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുത്തണമേ. കർത്താവ് ലംഘനങ്ങളുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തണമേ. കർത്താവിന്റെ കൃപ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ മുറിവുകളുണ്ടെങ്കിൽ, വ്യസനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് എടുത്തുമാറ്റി സൗഖ്യത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ കർത്താവെ. കർത്താവിന്റെ ബലത്താൽ നിറയ്ക്കണമേ. പ്രത്യാശയുടെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങാണെങ്കിൽ ഉറക്കത്തെ നൽകുന്നത് സമാധാനത്തോടെ ഉറങ്ങുവാൻ, ബലത്തോടെ ആരോഗ്യത്തോടെ ഉണരുവാൻ, വചനത്തിനത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായിട്ടുള്ള ആവശ്യങ്ങളുള്ളവരുണ്ടല്ലോ, എല്ലാ നന്മകളാലും എന്നെ എല്ലാ മക്കളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒന്നിനു കുറവില്ലാതെ എല്ലാവരെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവർക്കും തമ്മിൽ കൃപ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.